ലത സജി വേൾഡിൻ്റെ ഒരു പുതിയ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. SCERTയുടെ 5ാം ക്ലാസ്സിലെ കേരള പാഠാവലിയുടെ രണ്ടാമത്തെ യൂണിറ്റായ ഒപ്പം ചിരിക്കാം ഓർത്തു ചിരിക്കാം എന്ന യൂണിറ്റിലെ പാഠഭാഗങ്ങളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഈ യൂണിറ്റിൻ്റെ ആദ്യത്തെ ഭാഗം ആയിരുന്നു നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. ഇതിൻ്റെ രണ്ടാം ഭാഗമായ കടങ്കഥ എന്ന പാഠം, അത് ഒരു വിവർത്തനാത്മക ലേഖനമാണ്. അത് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആ ഭാഗമാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ കടങ്കഥകളെക്കുറിച്ച് പറയുകയും ചിത്രത്തിലെ കടങ്കഥകൾ കണ്ടെത്തുക എന്നൊരു കാര്യവും പറഞ്ഞിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ കടങ്കഥകളെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയുള്ള ഒരു കഥയാണ്. കടങ്കഥകളുടെ രസം അല്ലെങ്കിൽ അതിൽ തമാശയിലൂടെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ തമാശയിലൂടെ ലോകത്തെ പ്രബുദ്ധരാക്കിയിരുന്ന ഫലിത സാമ്രാട്ടായ കുഞ്ചൻ നമ്പ്യാരെക്കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. ഈ ഭാഗത്തും രസകരങ്ങളായ കടങ്കഥകളെക്കുറിച്ചും കടങ്കഥ കേളിയെക്കുറിച്ചും അങ്ങനെയൊക്കെയുള്ള ചില പ്രവർത്തനങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത്. പണ്ട് കുട്ടികളുടെ പ്രധാന വിനോദം എന്ന് പറയുന്നത് കടങ്കഥ പറയുക, കടങ്കഥകൾ പറഞ്ഞ് മത്സരിക്കുക, അല്ലെങ്കിൽ ചെറിയ ചെറിയ കവിതകൾ ചൊല്ലി അന്താക്ഷരി ഇപ്പോഴും ഉണ്ട്, അത് കളിക്കുക എന്നുള്ളതാണ്. ഇപ്പോഴാണ് ക്രിക്കറ്റ്, ഫുട്ബോൾ, അതല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വീഡിയോ ഗെയിമുകൾ, ഫോണിൽ ഗെയിമുകൾ കാണുക, അതൊക്കെയാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ ഓരോ വിനോദങ്ങൾ. പണ്ടുള്ളവർക്കതല്ല, കടങ്കഥകൾ പറഞ്ഞ് അവർ മത്സരിക്കുക, അതൊരു പ്രധാന കളിയായിരുന്നു കുട്ടികളുടെ ഇടയിലുണ്ടായിരുന്നത്. അതുപോലെ തന്നെ കുട്ടിക്കഥകളിലും എപ്പോഴും ഒരു മുത്തശ്ശിയും മുത്തച്ഛനും ഉണ്ടായിരിക്കും. ഇവിടെ കടങ്കഥയെക്കുറിച്ച് പറയുമ്പം അവിടെയും ഒരു മുത്തച്ഛനെ ഈ പാഠഭാഗത്ത് നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. പണ്ട് ഒരിടത്തൊരിടത്തൊരു അപ്പൂപ്പനുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരിടത്തൊരിടത്തൊരു അപ്പൂപ്പനും അമ്മൂമ്മയും ഉണ്ടായിരുന്നു എന്നാണ് പണ്ടുള്ള കഥകൾ തുടങ്ങിയിരുന്നത്. ഈ പാഠത്തിലും അപ്പൂപ്പനും കുട്ടികളുമായുള്ള ഒരു സായാഹ്നത്തിൽ അവർ പരസ്പരം പറഞ്ഞ് നടത്തിയ ഒരു പ്രവർത്തനം, അതൊരു കടങ്കഥ മത്സരമായിരുന്നു. അതായത് മുത്തശ്ശൻ കടങ്കഥ ചോദിക്കുക, കുട്ടികൾ കടങ്കഥയ്ക്ക് ഉത്തരം നൽകുക. കഥയിലെ മുത്തച്ഛന് കഥയെപ്പോലെ തന്നെ കടങ്കഥയും വളരെയധികം താല്പര്യമായിരുന്നു. അദ്ദേഹത്തിന് നല്ലൊരു അവഗാഹം ഉണ്ടായിരുന്നു ഈ കടങ്കഥയെക്കുറിച്ച്. അങ്ങനെ തൻ്റെ ചെറുമക്കൾ, അല്ലെങ്കിൽ തൻ്റെ ചുറ്റും കൂടിയിരിക്കുന്ന കുസൃതി കുരുന്നുകളോട് കടങ്കഥ ചോദിക്കുക, അതിൻ്റെ ഉത്തരം കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്യുന്നത് ഈ മുത്തശ്ശൻ്റെ ഒരു പതിവായിരുന്നു. അങ്ങനെയുള്ള ഒരു ദിവസം മുത്തശ്ശന് കുട്ടികളോട് ഇതുപോലെ കടങ്കഥ ചോദിച്ചു തുടങ്ങി. എല്ലാ കടങ്കഥയുടെയും ഉത്തരങ്ങൾ കുട്ടികൾ പറയുകയുണ്ടായി. ഞെട്ടില്ല വട്ടയില്ല. അപ്പം മുത്തശ്ശൻ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഉത്തരം എത്തി. പപ്പടം, മുറ്റത്തെ ചെപ്പിനടപ്പില്ല, കിണർ, ഇട്ടാപ്പൊട്ടും ഇംഗ്ലീഷ് മുട്ട, അതായത് കടുക്, ഇട്ടാപ്പൊട്ടും ഇംഗ്ലീഷ് മുട്ട, ഓടിച്ചെന്നാൽ കൊണ്ടും പോരാ. ഇങ്ങനെ പണ്ടത്തെ വളരെ രസകരങ്ങളായ കഥകളാണ്. അങ്ങനെ ഒരുപാട് കടങ്കഥകൾ മുത്തശ്ശൻ ഈ കുട്ടികളോട് ചോദിച്ചു. കാളകിടക്കും കയറോടും, മത്തങ്ങ അടിക്കാത്ത മുറ്റം, ആകാശം, ഉച്ചിക്കുടുംബം, ചന്തയ്ക്ക് പോയി കൈതച്ചക്ക, കറിക്ക് മുമ്പൻ ഇലയ്ക്ക് ബിമ്പൻ കറിവേപ്പില, അങ്ങനെ ധാരാളം കടങ്കഥകൾ ചോദിച്ചു. പക്ഷെ നമ്മുടെ മിടുക്കരായ കുട്ടികൾ ഇതിനെല്ലാം എല്ലാത്തിനും ഉത്തരങ്ങൾ കൃത്യമായി പറയുകയുണ്ടായി. മുത്തശ്ശൻ ആകപ്പാടെ എന്ത് ചെയ്തു? തോറ്റുപോയി. കുട്ടികളല്ല ജയിച്ചത്, എല്ലാ കടങ്കഥയ്ക്കും കുട്ടികൾ ഉത്തരം. മുത്തശ്ശൻ കുഴഞ്ഞുപോയി. മുത്തശ്ശന് ക്ഷീണിതനായി. അപ്പം കുട്ടികൾ മുത്തശ്ശനോട് പിന്നെയും നിർബന്ധിക്കാൻ തുടങ്ങി. മുത്തശ്ശൻ തോറ്റുപോയി എന്ന് പറഞ്ഞ് കുട്ടികളെ കളിയാക്കാൻ തുടങ്ങി. അങ്ങനെ അവസാനമായി മുത്തച്ഛൻ ഒരു കടങ്കഥ കൂടി ചോദിച്ചു. ആ കടങ്കഥയും അതിനുശേഷം വരുന്ന ഭാഗങ്ങളും അടുത്ത വീഡിയോയിൽ പ്രതിപാദിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമോ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഇഷ്ടം സബ്സ്ക്രൈബായും ലൈക്കായും ഷെയറായും തരുമല്ലോ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി.